വർഷം മുൻപ് ബോംബെ സിനിമയിൽ ഷൈല ബാനുവായി പകർന്നാടിയ മനീഷ കൊയിലാള ബേക്കൽ കോട്ടയിൽ വീണ്ടും എത്തി. പ്രണയാർദ്ര ചിത്രങ്ങളിലൂടെ വിസ്മയം തീർക്കുന്ന സംവിധായകൻ മണിരത്നം, ദൃശ്യങ്ങൾ ഒപ്പിയെടുത്ത രാജീവ് മേനോൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. 1995 പുറത്തിറങ്ങിയ ബോംബെ സിനിമയുടെ നായിക മനീഷ കൊയിലാളിയും സംവിധായകൻ മണിരത്നവും ഛായാഗ്രഹൻ രാജീവ് മേനോനും 30 വർഷത്തിനിപ്പുറം സിനിമയ്ക്ക് ദൃശ്യഭംഗി പകർന്നു നൽകിയ ബേക്കൽ കോട്ടയിലേക്ക് വീണ്ടും എത്തി. 30 വർഷം മുമ്പ് ഷൈല ബാനുവായി പകർന്നാടിയ ബേക്കൽ കോട്ടയിൽ ബോംബെ ടീം വീണ്ടും എത്തിയപ്പോൾ അറബിക്കടലിന്റെ തീരത്ത് പഴയ ഓർമ്മകളുടെ തിരയിളക്കമുണ്ടായി. കോട്ടയുടെ ഇടവഴികളിലൂടെ നടന്ന് മൂവരും വന്ന് ഉയരെ എന്ന നിത്യഹരിത ഗാനത്തിനൊപ്പം അഭിനയിച്ചതിന്റെ മനോഹരമായ ഓർമ്മകൾ പുതുക്കി. ഇന്ത്യൻ സിനിമയിലെ ക്ലാസിക്കുകളിലൊന്നായ ബോംബെയുടെ പ്രധാന ലൊക്കേഷനുകളിൽ ഒന്നായിരുന്നു ബേക്കൽ കോട്ട. അരവിന്ദ് സ്വാമിയും മനീഷ കൊയിലാളിയും അവതരിപ്പിച്ച ശേഖർ, ഷൈല ബാനു എന്നീ കഥാപാത്രങ്ങൾ ഇന്നും പ്രേക്ഷക മനസ്സുകളിൽ ജീവിക്കുന്നു. ചിത്രത്തിന് സംഗീതമൊരുക്കിയത് AR റഹ്മാനായിരുന്നു. അതിലെ എല്ലാ ഗാനങ്ങളും ഇന്നും ആഘോഷിക്കപ്പെട്ടുവെങ്കിലും ഉയരെ എന്ന ഗാനം ഇന്നും പ്രണയത്തിന്റെ എല്ലാ ഭാവങ്ങളും ഒത്തിണങ്ങിയ ഏറ്റവും മികച്ച ഗാനമായി നിലകൊള്ളുന്നു. ബേക്കലിനൊപ്പം തളങ്കരയുടെ സൗന്ദര്യവും ബോംബെയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ശേഖറിന്റെയും ഷൈല ബാനുവിന്റെയും വീട്, നായിക തീവണ്ടിയിൽ നിന്നിറങ്ങി നായകനെ ആദ്യമായി കാണുന്ന രംഗങ്ങൾ എല്ലാം തളങ്കരയിലാണ് ചിത്രീകരിച്ചത്. ഉയരെ എന്ന ഗാനം പിറന്ന ബേക്കൽ കോട്ട സന്ദർശിക്കുമ്പോൾ മഴയും കടലും ക്യാമറയും ചേർന്ന് സൃഷ്ടിച്ച അതുല്യ ദൃശ്യങ്ങളുടെ കഥ ഛായാഗ്രഹൻ രാജീവ് മേനോൻ വീണ്ടും വിവരിച്ചു. ഒരു സിറ്റിയിൽ നിന്ന് അകന്നു പോയി 2 ലവേഴ്സ് മീറ്റ് ചെയ്യാണ്. അങ്ങനെ പ്രകൃതി ആൾക്കാരൊന്നും ഇല്ലാണ്ട് അവരുടെ ലവ് എക്സ്പ്രസ് ചെയ്യാനെന്ന് പറയണം. ഇത് ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അപ്പം മണിരത്നത്തിന് ഇഷ്ടമായിട്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര മഴയായിരുന്നു. ഒരു 3-4 ദിവസം കണ്ടിന്യൂസ് മഴ. ഞങ്ങൾ വെറുതെ ഇരുന്നു. പിന്നെ വഴിയില്ലാണ്ട് മഴയത്ത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അത് മഴയത്ത് ഷൂട്ട് ചെയ്ത കാരണം കൊണ്ടാണ് അതിലാ പ്രകൃതിയും കടൽ കോപവും ആ ഈറം ആ ട്യൂണും എല്ലാം കൂടി ചേർന്ന് ഒരു എന്താ പറയുക, ഈ കോട്ടയിൽ അതിൻ്റെ മുമ്പിലും ആൾക്കാർ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഷോട്ട്സ് അതിന് ഇത്രയും മനോഹരതയും വന്നിട്ട് ആൾക്കാർക്ക് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും ആ ട്യൂണും ഈ വിഷ്വൽസും അതിജീവിച്ചതിൻ്റെ കാരണം സമയമാണ്. ബോംബെ ടീമിനെ ബേക്കൽ ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി എത്തിച്ചതോടെ ബോംബെയിലെ ഉയരെ ഗാനത്തിന്റെ പ്രധാന രംഗങ്ങൾ ചിത്രീകരിച്ച ബേക്കൽ കോട്ടയെ വീണ്ടും സിനിമാ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും പ്രദേശത്തെ സിനി ടൂറിസം സാധ്യതകൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യമാണ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. സിനിമയിലെ നായകനായ അരവിന്ദ് സ്വാമിയെയും ബേക്കലിലെത്തിക്കാൻ ടൂറിസം വകുപ്പ് ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ തിരക്കു കാരണം നടന്നില്ല. ഉയരെ ഗാനം ചിത്രീകരിച്ച കോട്ടയുടെ എല്ലാ ഭാഗങ്ങളും ചുറ്റി നടന്ന് കണ്ടാണ് മനീഷ കൊയിലാളിയും മണിരത്നവും രാജീവ് മേനോനും മടങ്ങിയത്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.